ഡൽഹി മദ്യനയ കേസിൽ എന്നതുപോലെ സംസ്ഥാനത്തെ പുതിയ ബാർക്കോഴ വിവാദത്തിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുണ്ടാവുമോ? ബാർ ഉടമയുടെ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ആദായനികുതി വകുപ്പ് അന്വേഷണം തുടങ്ങിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. മദ്യവിൽപ്പന സ്വകാര്യവൽക്കരിക്കാൻ കേജ്രിവാൾ സർക്കാർ കൈക്കൊണ്ട തീരുമാനമാണ് CBI ED അന്വേഷണങ്ങൾക്ക് വഴിതെളിച്ചത്. വിവാദ തീരുമാനം സർക്കാർ പിൻവലിച്ചിട്ടും കോഴ ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രി കേജ്രിവാളിനെയും എക്സൈസ് മന്ത്രി സിസോദിയെയും മറ്റും ED അറസ്റ്റ് ചെയ്തു. കേരളത്തിലാവട്ടെ പുതിയ മദ്യനയം സർക്കാർ ഇനിയും പ്രഖ്യാപിച്ചിട്ടുമില്ല. എങ്കിലും ബാർ ഹോട്ടൽ സംഘടനാ നേതാവിൻ്റെ സന്ദേശവും ബന്ധപ്പെട്ട സംഘടനകളെ പങ്കെടുപ്പിച്ചുള്ള ടൂറിസം ഡയറക്ടറുടെ യോഗവും ആവശ്യമെങ്കിൽ സംസാരിക്കുന്ന തെളിവുകളാക്കാം. അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? എങ്ങനെയും പിണറായി സർക്കാരിനെതിരെ പിടിമുറുക്കാൻ കാത്തിരിക്കുന്ന സംഘികൾക്ക് ഇതൊരു പിടിവള്ളിയാകില്ലേ? ഏതായാലും പുതിയ മദ്യനയത്തിൻ്റെ ഊരാക്കുടുക്കിലാണ് CPM-ഉം പിണറായി സർക്കാരും. നിഷേധിച്ചിട്ട് കാര്യമില്ല. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനും വ്യവസായ IT പാർക്കുകളിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും മദ്യനയത്തിൽ ഇളവുകൾ അനിവാര്യമെന്ന നിലപാടാണ് CPM-നുള്ളത്. പക്ഷേ മദ്യനയം തീരുമാനിക്കും മുമ്പേ വിവാദം ആളിപ്പടർന്നു. ഈ സാഹചര്യത്തിൽ മനക്കോട്ടയിൽ എഴുതിയ ഇളവുകൾ എങ്ങനെ സർക്കാരിന് പ്രഖ്യാപിക്കാനാകും? ബാർ ഹോട്ടൽ ഉടമകളോട് കോഴ വാങ്ങിയിട്ടാണെന്ന ആരോപണം ഉയരില്ലേ? തുപ്പാനും വിഴുങ്ങാനും വയ്യാത്ത അവസ്ഥയാണിന്ന് പാർട്ടിക്കും സർക്കാരിനും. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാലകൾ അടച്ചിടുന്ന ഡ്രൈ ഡേ സമ്പ്രദായം ഒഴിവാക്കണമെന്നും ബാർ ഉടമകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നുമുള്ള ബാർ ഉടമകളുടെ ആവശ്യത്തിൽ CPM-ലോ മുന്നണിയിലോ ഇതുവരെ ചർച്ചയൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഈ ഇളവുകൾ സർക്കാരിൽ നിന്ന് ലഭിക്കാനെന്ന പേരിൽ ഇടുക്കി ജില്ലയിലെ ഓരോ ബാർ ഹോട്ടൽ ഉടമയോടും 2.5 ലക്ഷം രൂപ വീതം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ഇതിനു പിന്നിൽ വൻ കോഴ ഇടപാടുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. പുതിയ മദ്യനയത്തിൻ്റെ പ്രാരംഭ ചർച്ച പോലും നടന്നിട്ടില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും എക്സൈസ് മന്ത്രി MB രാജേഷിൻ്റെയും മന്ത്രി റിയാസ് പറഞ്ഞിട്ടല്ല യോഗം വിളിച്ചതെന്ന ടൂറിസം ഡയറക്ടറുടെയും വാദം പ്രതിപക്ഷം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ശബ്ദ സന്ദേശത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി MB രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിൻ്റെ വിവരങ്ങളും പുറത്തു വന്നതോടെയാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും തിരിഞ്ഞത്. വകുപ്പ് മന്ത്രി അറിയാതെ ഡയറക്ടർ യോഗം വിളിക്കുമോ എന്നാണ് ചോദ്യം. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി റിയാസിനെ മുഖ്യ സൂത്രധാരനാക്കുക വഴി പ്രതിപക്ഷം ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്നാണ് വ്യാഖ്യാനം.